പ്രിയമുള്ളവരെ, വചനജ്വാല 979 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 6 തിങ്കളാഴ്ച എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മള് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 6 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നമുക്കേറെ സുപരിചിതനായ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് യാത്രയായി വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ദരിദ്ര കുടുംബത്തിൽ ജനനം. വളരെ ചെറുപ്പം മുതൽ തന്നെ പ്രഭാത ജപം, രാത്രി ജപം, ത്രികാല ജപം, ഭക്ഷണത്തിന് മുമ്പുള്ള ജപം തുടങ്ങിയ ഭക്തകൃത്യങ്ങൾ മുടങ്ങാതെ അനുഷ്ഠിച്ചു പോന്നു. മാതാവിന്റെ വളരെ ഭക്തനായിരുന്ന ഡോൺ ബോസ്കോ പഠനത്തോടൊപ്പം ഡോൺ ബോസ്കോയുടെ ഓററിയിൽ ചേർന്നു. ഡൊമിനിക് സാവിയോ അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. പരിശുദ്ധനായ ഈ ബാലനെ ഈ ലോകത്തിൽ അധികം ജീവിക്കാൻ ദൈവം തിരുമനസ്സായില്ല. 15-ാം വയസ്സിൽ രോഗബാധിതനായി ഈ ലോകം വിട്ട് യാത്രയായി. 1954 ജൂൺ 12-ാം തീയതി 2-ാം പിയൂസ് മാർപ്പാപ്പ ഈ 15-കാരനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വിശുദ്ധ ഡൊമിനിക് സാവിയായുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമിയായുടെ പുസ്തകം 12-ാം അധ്യായം 38 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടതുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും മത്സ്യ കവാടവും ഹനാനെ ഗോപുരവും ശതഗോപുരവും കവാടവും പിന്നിട്ട് കാവൽപ്പുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കൽ എത്തിനിന്നു. കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന 2 ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമൂതിക്കൊണ്ട് പുരോഹിതന്മാരായ ഏലിയാക്കി, മസായെ, മിനായാമിൻ, മിക്കായ, എലിയാവോനായ്, സക്കറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മസായ, ഷമായ, എലയാസർ, ഉസി, യഹയോനാൻ, മൽക്കിയ, ഏലാം, ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി. എസ്രായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു. അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്കിട നൽകി. സ്ത്രീകളും കുട്ടികളും ഇതിൽ പങ്കുചേർന്നു. ജെറൂസലേമിന്റെ ആഹ്ലാദത്തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കുവാൻ ആളുകളെ അന്ന് നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിന്റെ ശുദ്ധീകരണ ശുശ്രൂഷ അനുഷ്ഠിച്ചു പോന്നു. ദാവീദിന്റെയും പുത്രൻ സോളമന്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് ഗായകർക്ക് നേതാവുണ്ടായിരുന്നു.
സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബാബേലിന്റെയും നെഹമിയയുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു. ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർ അഹറോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവെക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ